ഓൺലൈനിലായിരിക്കുന്നവർ വീട്ടിലായാലും സ്ഥാപനത്തിലായാലും ഇരിക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ സ്വസ്ഥമായി ഇരുന്ന് സന്തോഷത്തോടെ ആരാധനയിൽ പങ്കെടുക്കുക. കർത്താവ് ജീവനോടെ എഴുന്നള്ളി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താറയിൽ നമ്മൾക്ക് വേണ്ടി സാന്നിധ്യം നൽകുന്ന സ്വർഗീയമായ ഒരു നിമിഷമാണ്. ഈ നിമിഷത്തെ ഓർക്കണം. നിങ്ങൾ ഒത്തിരി ആരാധനകളുടെ പല ഇടങ്ങളിൽ കൂടുന്നവരാണ്. പക്ഷേ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താറയുടെ അരികിൽ നടക്കുന്ന ആരാധനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറെ ശ്രദ്ധയും ഭക്തിയും ബഹുമാനവും ആരാധനയും ആദരവും ഒക്കെ ഇപ്പോഴും പരിശുദ്ധാത്മാവ് തോന്നിക്കേണ്ട ഒരു സമയമാണ്. കാര്യം പരിശുദ്ധ ദിവ്യകുർബാന എഴുന്നള്ളി ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2:30 അമ്മ സിൽവർ ഗിരയിൽ ഇന്ന് കാണുന്ന ഈ സ്റ്റാച്യുവിൻ്റെ അതേ കളറിലും അതേ രീതിയിലുള്ള വരപ്രസാദത്തിൽ കാണപ്പെട്ടത്. ഇതൊരു വലിയ സംഭവമാണ്. സഭയുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് പഠിക്കും. തീർച്ചയായിട്ടും എന്താണ് ദൈവ മനസ്സെന്ന് ലോകത്തോട് സഭ പറയണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ശ്രുതികടെ ഹല്ലേലൂയ. വേണ്ടി ഈ ആരാധന ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുവഴി ഈശോയെ അനേകായിരം മക്കൾക്ക് മരിയൻ സമാശ്വാസവും സന്ധിപ്പും അനുഭവവേദ്യമാകുവാൻ ഇടയാക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടി ധ്യാനം, മരിയൻ ഉടമ്പടി ധ്യാനമാണ് എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ കൂടുന്നത്. ഉടമ്പടി ധ്യാനം അന്വേഷിക്കുന്നത് ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലുകളും ഒരു വചനാധിഷ്ഠിതമായ ജീവിത സാക്ഷ്യത്തിന് നമ്മളെ അതെങ്ങനെ ഒരുക്കുന്നു, അതെങ്ങനെ അനുഗ്രഹമായി മാറുന്നു, കൃപയായി മാറുന്നു. അങ്ങനെ ആത്യന്തികമായ ചില ജീവിത വിഷയങ്ങളാണ് എപ്പോഴും ഉടമ്പടിയിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം തോബിയാസിൻ്റെ ജീവിതമാണ്. ബൈബിളിലെ തോബിയാസ് എന്ന് മാത്രം പേര് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഭയങ്കരമായ ഒരു പുസ്തകമാണ്. ഇടയ്ക്ക് നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ഒരു മനുഷ്യൻ, ദൈവഭയമുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ലോകകാര്യങ്ങളെ സമീപിക്കുന്നത്. ഇറ്റ്സ് ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ. ഒരു ദൈവ പൈതലെ വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ കാലാവസ്ഥകളിലെ എങ്ങനെയാണ് നിറഭേദമില്ലാതെ ദൈവതിരുസന്നിധിയിൽ മങ്ങലേൽക്കാതെ നിൽക്കണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളൊന്ന് തോബിയാസ് 1:3 ഭയങ്കര രസമുള്ള വചനമാണ്. അദ്ദേഹത്തിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്, സ്വയം നമ്മളെ പരിചയപ്പെടുത്തണമാണ്. എന്താണ്? ഞാൻ തോബിയാസ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു രസം തോന്നും. തോബിയാസ് 1:3 ഞാൻ തോബിയാസ്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ രസമാണ്. എന്താണ്? ജീവിതകാലം അത്രയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത്. വിത്ത് കോൺഫിഡൻസ് ആ മനുഷ്യൻ നമ്മളോട് പറയുന്നതാണ്, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ സത്യത്തിലും നീതിയിലുമാണ് ചരിച്ചതെന്ന്. പക്ഷേ ഞാനത് ആ പുസ്തകം നമ്മൾ മൊത്തം വായിക്കുമെന്നൊക്കെ മനസ്സിലാകണത് ഒരു ദൈവപൈതൽ ആ സത്യവും നീതിയേക്കാളും തോബിയാസിൻ്റെ ആധ്യാത്മിക നിലവാരം വളരെയേറെ ഉയർന്നതാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അതായത് അദ്ദേഹം പറയും, ഞാൻ നഫ്താലി ഗോത്രത്തിലുള്ളയാളാണ്. ഇസ്രായേലിൻ്റെ ലീസ്റ്റ് ഗോത്രങ്ങളിലൊന്നാണ് നഫ്താലി. അത്ര നല്ല ഗോത്രമല്ല. അത് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ തന്നെ ഉണ്ട്. നഫ്താലിയുടെ എൻ്റെ ചാർച്ചക്കാരും ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും ഒക്കെ ബാലിനെ ആരാധിക്കാൻ പോയെന്ന്. എപ്പോഴും മനുഷ്യൻ്റെ ഈശ്വര വിശ്വാസികളുടെ ഒരു ടെൻഡൻസിയാണ്. ഇപ്പം പത്രോസ് തന്നെ നമ്മുടെ യോഹന്നാൻ മാന്താന തന്നെ ചോദിച്ചില്ലേ, നീയാണോ യേശു ക്രിസ്തു രക്ഷകൻ, അതോ വേറെ ആരെങ്കിലും ഞങ്ങളെ അന്വേഷിക്കണമോ? ഇപ്പം നമ്മുടെ
മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം ഒരു 7 വചനങ്ങൾക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നീയാണോ രക്ഷകൻ? അദ്ദേഹം കാര്യം യോഹന്നാൻ മാന്താന അങ്ങനെ ചോദിക്കുന്നത് പോലെ നമ്മളും ഏതെങ്കിലും കാലത്തൊക്കെ മനുഷ്യൻ ചോദിച്ചു പോകുന്ന ചോദ്യങ്ങളാണ്. കാരണം ഉടമ്പടി ധ്യാനത്തിൽ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യണത്, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത വ്യാപാരങ്ങളിൽ ഏതെങ്കിലും കാലത്ത് ദൈവതിരുസന്നിധിയിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഉന്നയിക്കുന്ന ചില ജീവിത ദുർഘടഘട്ടങ്ങളാണ്. അപ്പം ഇദ്ദേഹം പറയണത്, ഞാൻ നഫ്താലി ഗോത്രക്കാരനാണ്, എൻ്റെ ചാർച്ചക്കാരെല്ലാവരും തന്നെ കർത്താവിനെ വിട്ടുപോയെന്ന്. ജീവിത ക്ലേശങ്ങളും അധികാര ആഡംബരങ്ങളുടെ ആകർഷണങ്ങളൊക്കെ വന്നപ്പോൾ സത്യദൈവത്തെ വിട്ടുപോയ ഒരു മനുഷ്യനിൽ അവശേഷിക്കുന്ന അവസാനത്തെ കണ്ണിയാണെങ്കിൽ, അതായത് പല പല പ്രലോഭനങ്ങളെ അതിജീവിച്ചാണ് ഈ മനുഷ്യൻ നീതി കാണിച്ച് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ തോബിയാസാണ്, ജീവിതകാലം മുഴുവൻ നീതിയും സത്യവും നിറവേറ്റി. എന്ന് വെച്ചാൽ ദൈവത്തെ മുൻനിർത്തിയാണ് ഞാൻ അസറിയായിലേക്ക് എന്നെ തടങ്കലിൽ പിടിച്ചുകൊണ്ട് പോയപ്പോഴും അവിടെയുള്ളവരെല്ലാം നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോഴും ഞാൻ കഴിച്ചില്ല. എന്താണ് കഴിക്കാതിരുന്നെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയായിരുന്നു എൻ്റെ മനസ്സിലെന്ന്. അത് ഒരു വല്ലാത്ത വചനമാണ്. എല്ലാവരും നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോഴും എൻ്റെ കൂടെയുള്ളവരും കുടുംബത്തിലുള്ളവരും ഒക്കെ എല്ലാം നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോഴും ഞാൻ പട്ടിണി നിന്നോ? എന്താണ് പട്ടിണി നിൽക്കാൻ കാരണം? എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയാണെന്ന്. അത് ഞാൻ വായിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാര്യം ദൈവസ്നേഹമുള്ളവർ ആര് വായിച്ചാലും അത് നമുക്ക് കണ്ണ് നിറഞ്ഞു. അതായത് ആ മനുഷ്യൻ എപ്പോഴും പട്ടിണി നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഇപ്പം നമ്മൾ ദിവ്യകുർബാനയുടെ ജീവിതം ജീവിക്കുന്നവരാണ് അല്ലേ ക്രൈസ്തവർ. അത് ആ ജീവിതം ഒരു ഓർമ്മപ്പടിയായിട്ട് നമ്മൾ ജീവിക്കണത്. കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അവനെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. എന്ത്? കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ. പാപം ചെയ്യാതിരിക്കാനും കൃപയിൽ വളരാനുള്ള സുവിശേഷ സാക്ഷ്യ പ്രവർത്തികൾ ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുമ്പോഴും ഈശോ പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നാണ്. എൻ്റെ വാക്കും പ്രവൃത്തിയും നിങ്ങളെ അനുസ്മരിപ്പിക്കും. അതായത് ഒരു മനുഷ്യന് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വേഴ്സ് ആൻഡ് ഡീഡ്സാണ് അല്ലേ. ഒരു മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് അദ്ദേഹം. അപ്പോഴേ യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും നമ്മളെ അനുസ്മരിപ്പിക്കും എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുസ്മരിപ്പിക്കും എന്നർത്ഥം. ഇപ്പം യോഹന്നാൻ 14:26 എന്താ പരിശുദ്ധ ഈശോ പറയണത്? ഞാൻ യോഹന്നാൻ 14:26, അതായത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും എന്ന് വെച്ചാൽ എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? വാക്കും പ്രവൃത്തിയുമാണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് യേശുവിനെ നമ്മളെ അനുസ്മരിപ്പിച്ചു കൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിലെ ഏത് നിമിഷവും കർത്താവിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇരിക്കാനുള്ള പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണം. ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ ചാർച്ചക്കാര് നിഷിദ്ധമായ
പാപത്തിൻ്റെ ഭക്ഷണം കഴിച്ചപ്പോഴും ഞാൻ അതിൽ നിന്ന് ഡിപ്രൈവായി നിന്നു. എന്താ കാരണം? തോബിത്ത് 1:12 കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഏറ്റു പറഞ്ഞേ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ, ദൈവ പൈതലാണെന്ന് പറഞ്ഞാൽ, അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആണോ അല്ലയോ എന്ന്. ഉടമ്പടി എടുത്ത എല്ലാവരും ശരിക്കും ദൈവത്തോട് അബൈഡിങ് ആണല്ലേ. ഓരോ കാര്യങ്ങൾക്കും കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഈ ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യുക, ചെയ്യാതിരിക്കുക, അതെങ്ങനെ ദൈവമഹത്വത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം. എൻ്റെ മനസ്സ് മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഏറ്റു പറഞ്ഞേ, കർത്താവേ, ഓരോ ദിവസവും ഉടമ്പടി ധ്യാനത്തിലെ പങ്കെടുത്തിട്ടുള്ള ഞങ്ങളുടെ മനസ്സ് ഓരോ നിമിഷവും അങ്ങേക്കുറിച്ചുള്ള ഓർമ്മയാൽ നിറഞ്ഞു നിൽക്കുവാൻ ഇടയാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തോബിയാസിനെ കുറിച്ച് ഏറെ ഒരു ഐഡിയ കിട്ടില്ലേ നിങ്ങൾക്ക്? ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും ഹൃദയസ്പന്ദനങ്ങളിലും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടു നടക്കുന്നവരാണ്. അതാണ് ദൈവ പൈതലെന്ന് പറയണത്. ബൈബിളിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് ഈ തോബിയാസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയും ക്ലീനായിട്ടാണ് ജീവിക്കണത് അല്ലേ? ഇത്രയും ക്ലീനായിട്ട് ജീവിക്കുന്ന മനുഷ്യന് വിശുദ്ധിക്ക് വല്ല കുറവുണ്ടോ? വിശുദ്ധിക്ക് വല്ല കുറവുണ്ടോ? പുണ്യത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവില്ല. പുണ്യത്തിൻ്റെ കാര്യം പറയാതിരിക്കുകയാണല്ലേ. കാര്യം ഒരു ദിവസം പെന്തക്കോസ്താ ദിവസം വന്നു. 7 ആഴ്ച കഴിഞ്ഞ് വരുന്ന ദിവസമാണ് പെന്തക്കോസ്താ, 50-ാം തിരുനാൾ. 50-ാം തിരുനാൾ വന്ന ദിവസം ഈ മനുഷ്യൻ നല്ല ആഹാരങ്ങൾ ആ വീട്ടിൽ പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. കാര്യം ആ തിരുനാളിൻ്റെ മഹോത്സവത്തിൽ പെട്ടെന്നാണ് ആ ഭക്ഷണം ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ഒരു മോശം വാർത്തയുമായിട്ട് സ്വന്തം മകൻ വരും, കൊച്ചു തോബിയാസ് വരും. കാര്യം കൊച്ചു തോബിയാസിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഭക്ഷണമെല്ലാം റെഡിയാക്കി വെച്ചിട്ട് മകൻ തോബിയാസിനെ പറഞ്ഞു വിട്ടിരിക്കണത് എന്തിനാണെന്നറിയാവോ? നീ പട്ടണങ്ങളിലൊക്കെ ചെന്ന് നോക്ക്, വല്ല പാവപ്പെട്ടവരും ഉണ്ടെങ്കിൽ, ഇന്ന് ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ അവരെ കുളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർക്കുവേ, ജീസസിന് മുമ്പ് എത്രയോ വലിയ നല്ല മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നെന്ന്. ജീസസിന് മുമ്പ്, യേശുക്രിസ്തുവിന് മുമ്പ് എത്രയോ തങ്കപ്പെട്ട മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു. അത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും, ഇവിടെ തങ്കപ്പെട്ട മനുഷ്യരുടെ കുറവുണ്ടായിട്ടല്ല യേശു മനുഷ്യാവതാരം ചെയ്തത്. ചില ആൾക്കാർ പറയുവേ, ഇപ്പോൾ ക്രിസ്ത്യാനി ആയില്ലെങ്കിലും മഹാത്മാഗാന്ധി ക്രിസ്ത്യാനി ആയിരുന്നോ? മഹാത്മാഗാന്ധി ഒന്നും ക്രിസ്ത്യാനി അല്ലായിരുന്നു. മഹാത്മാഗാന്ധി ഒരിക്കലും ക്രിസ്ത്യാനി അല്ല. എന്താ കാര്യം? അദ്ദേഹം ക്രിസ്തു ഏകരക്ഷകനാണെന്ന് വിശ്വസിച്ചിട്ടില്ല. ജീവിത രീതികളൊക്കെ ഒരു പക്ഷേ നല്ലൊരു ജീവിത രീതി ആയിരിക്കാം, അറിയത്തില്ല, നമുക്കറിയത്തില്ല. കാര്യം മഹാത്മാഗാന്ധിയുടെ പേരക്കിടാവിനെ ഇന്ന് ജയിലിലിട്ടിട്ടുണ്ട്. ഇന്നത്തെ വാർത്ത അതാണ്. മഹാത്മാഗാന്ധിയുടെ പേരക്കിടാവിനെ ജയിലിലിട്ടു, പണം തിരിമറിവിനെ. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ മകനെക്കുറിച്ച് പറയണത് അന്നേ തന്നെ കഞ്ചാവായിരുന്നു. അപ്പോൾ സ്വന്തം മകനും പേരക്കിടാങ്ങളൊക്കെ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന ഒരു ആളിൽ രാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. കുടുംബപരമായ ഒരു തകർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം മക്കൾക്ക് നല്ല മാതൃക കൊടുത്താൽ മാത്രമേ മകനും പേരക്കിടാങ്ങളും ആ കുടുംബങ്ങളെല്ലാം ഇതുപോലെ വരത്തുള്ളൂ. ഞാൻ അതിനകത്ത് അത് കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നന്മകൾ രാഷ്ട്രത്തിന് നന്മ ചെയ്തു എന്നുള്ള കാര്യം വലിയ കാര്യമാണ്.
വലിയ കാര്യം തന്നെ. നമ്മൾ അദ്ദേഹത്തെ രാഷ്ട്രപിതാവെന്ന് വിളിക്കുന്നു, നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വിളിക്കുക മാത്രമല്ല, അത് ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ നല്ല മനുഷ്യരൊക്കെ ഈ ഭൂമിയിലുണ്ടാവും. ഈ നല്ല മനുഷ്യരുടെ കുറവുണ്ടായിട്ടല്ല ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കും. പിന്നെ എന്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം സംഭവിച്ചതെന്ന് വെച്ചാൽ മാനവരക്ഷയാണ് അതിൻ്റെ പ്രശ്നം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും സഭ സ്ഥാപിച്ചതും ഇവിടെ നല്ല മനുഷ്യരില്ലാഞ്ഞതിൻ്റെ പേരിലല്ല. പിന്നെ എന്താണ്? ഇവിടെ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് പ്രധാനപ്പെട്ട വിഷയം. പാപപങ്കിതമായ പ്രകൃതിയുള്ളവർക്ക് നിത്യരക്ഷ നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് പരിഹാര പ്രവർത്തികൾ മനുഷ്യന് വേണ്ടി പരിഹാരം ചെയ്തു. ആ പരിഹാരത്തെ ദൈവം അംഗീകരിച്ച് അവൻ ഉയർത്തിപ്പിച്ചപ്പോൾ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾക്കും ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്ന നിത്യജീവന് വേണ്ടിയാണ് യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നുള്ള ബോധ്യം വേണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ചു ഉയർത്തെഴുന്നേറ്റ നാഥ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ തിരുവിലാവിൽ അങ്ങേ തിരുമുറിയിൽ മറക്കണം. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം തോബിയാസ് മകൻ കൊച്ചു തോബിയാസിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, നീ പട്ടണത്തിൽ പോയിട്ട് പാവപ്പെട്ടവരെ കണ്ടിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോവാ, അവർ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അത്രയും നല്ലൊരു മനുഷ്യനാണ്. കാര്യം കാരുണ്യ പ്രവർത്തികൾ 14 അതെല്ലാം പാലിക്കുന്നയാളാണ്. ക്രിസ്തു കാരുണ്യ പ്രവർത്തികൾ പറയുന്ന മുമ്പ് തന്നെ അത് പാലിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഭയങ്കരമായ ചില വിഷയങ്ങളുണ്ട്. അതായത് ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾക്കൊരു അഭയം വരളി എന്ന് പറയുന്ന നമ്മൾ മത്തായി ശ്ലീഹായുടെ 25-ാം അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിലുള്ള അന്ത്യവിധിയുടെ പ്രീക്രെക്സിറ്റുകൾ, മുന്നാവശ്യങ്ങളെല്ലാം കൃത്യമായി നിറവേറ്റുന്ന ഒരാൾ പഴയ നിയമത്തിൽ തോബിയാസിനെ കാണുകയാണ്. അപ്പം നമ്മൾ പറയുന്ന ഈ സന്മാർഗ ജീവിതത്തിൻ്റെയും പുണ്യജീവിതത്തിൻ്റെയും അപ്പുറത്തൊക്കെ ഒരു സ്പേസാണ് ക്രിസ്തുവിനുള്ളത്. ഈ ലോകത്തുള്ള മനുഷ്യന്മാരെ എല്ലാം നല്ല ജീവിതം, സന്മാർഗ ജീവിതം നയിപ്പിക്കുക, അതുപോലെ തന്നെ അവരെ കൂടുതൽ മനുഷ്യ ഉചിതന്മാരായി സ്നേഹസമ്പന്നരാക്കി മാറ്റുക എന്നുള്ള ഒരു സാമൂഹ്യ ക്ഷേമ പ്രവർത്തനമല്ല സുവിശേഷത്തിൻ്റെ ലക്ഷ്യം. ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. സുവിശേഷം അതൊക്കെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതെല്ലാം ഒരു മാർഗമായിട്ടാണ് എടുക്കണം, ലക്ഷ്യമല്ല. ഇവിടെയാണ് നമുക്ക് തെറ്റിപ്പറ്റണത്. നമ്മുടെ വിശുദ്ധി പോലും ഒരു മാർഗമാണ്, ലക്ഷ്യമല്ല. ഇപ്പം ഞങ്ങൾ ബ്രഹ്മചരികളാണ്. ഇപ്പം ഈ പൗരോഹിത്യം, ഇപ്പം സിസ്റ്റേഴ്സിന് എന്തുമാത്രം സിസ്റ്റേഴ്സാണ് നമുക്കുള്ളത്. അവരെല്ലാം വിശുദ്ധിയുടെ കന്യാവ്രതം പാലിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ അതൊന്നും അവരുടെ ലൈഫല്ല, അവിടെ ലക്ഷ്യമല്ല, അത് മാർഗമാണ്. നമ്മുടെ വിശുദ്ധിയെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എല്ലാം മാർഗങ്ങളാണ്, ലക്ഷ്യമല്ല. അപ്പോൾ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അറിയേണ്ടി വരും. ലക്ഷ്യം എന്താണെന്ന് അറിയേണ്ടി വരണമെങ്കിൽ നമ്മൾ തോബിയാസിനെ പഠിക്കണം. ഇപ്പം തോബിയാസിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? തോബിയാസിനോട് വന്ന് കൊച്ചു തോബിയാസ്, മകൻ തോബിയാസ് പറഞ്ഞു, പട്ടണക്കാരും കണ്ടില്ല, പക്ഷേ ഒരു മൃതശരീരം നിരത്തിൽ കിടക്കണ കണ്ടെന്ന് പറഞ്ഞു. മൃതശരീരം. അപ്പോൾ സെന്നാച്ചെറിബ് അവർ കൊന്നു കളഞ്ഞതാണ്. കാര്യം ജൂദയിൽ നിന്ന് രക്ഷപ്പെടുന്നവരെല്ലാം കൊല്ലണ ഒരു കാലമായിരുന്നത്. അപ്പം അടക്കുന്നവനും ക്രിമിനൽ കുറ്റത്തിൽ ജയിലിലായി പോകും, അല്ലെ നാട് കടത്തും. പക്ഷേ ഇത് ഒരു മൃതശരീരം കിടക്കണമെന്ന് കണ്ടപ്പോൾ തന്നെ ഈ മനുഷ്യൻ പിന്നെ ഭക്ഷണം കഴിച്ചില്ല. അവിടുന്ന് എഴുന്നേറ്റ് പോയപ്പോഴെന്താണ്? സാബത്ത് ദിവസമാണ്, അടക്കണമെങ്കിൽ സൂര്യൻ അസ്തമിക്കണം. മൃതശരീരം ഒളിപ്പിച്ചു വെച്ചും ആ മനുഷ്യൻ അവിടെ ഇരുന്നു. സാബത്ത് കഴിഞ്ഞിട്ട് പോയി അത് അടക്കിയിട്ട് തിരിച്ചു വന്ന് ഒരു മതിലെ ചാരി ഇരിക്കുകയാണ്. മതിലെ ചാരി കാര്യം തളർച്ച കൊണ്ടേ വീട്ടിൽ കയറാൻ പറ്റാതെ തളർച്ച കൊണ്ട് നമുക്കറിയാമല്ല, പട്ടിണി നിന്നിട്ടാണ് ഈ മൃതശരീരം സംസ്കരിക്കാൻ പോയത്.
6-7 മണിയാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ തളർന്നു പോയി ഇരുന്ന് ഉറങ്ങിപ്പോയി. ഒരു മതിലിൻ്റെ ചാരി ഇരുന്ന് ഉറങ്ങിപ്പോയപ്പോൾ അവിടെ ആ മതിലെ ഇരുന്ന കുരുവി കാട്ടുചെതി ഈ മനുഷ്യൻ്റെ കണ്ണിന് വീണ് കണ്ണ് പോയി, കണ്ണിൻ്റെ കാഴ്ച പോയി. ഇപ്പോൾ എന്നാ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കണ്ണിൻ്റെ കാഴ്ച പോയി. ഇതിവിടെ ഇങ്ങനെ ഞാൻ നിർത്തുകയാണ് ഈ വിഷയം. അതായത് അത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യേശുവേ ആരാധന ജീവിതത്തിലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ ഇത് പറയണമെന്നറിയാവോ? അതായത് പലരും വിശുദ്ധിയോടെ ജീവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കണില്ല, അല്ലേ? ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും ലോക്ക്ഡൗൺ ആയതുകൊണ്ടും കൃത്യമായിട്ട് കുർബാന പങ്കെടുക്കുന്നുണ്ട്, ഓൺലൈനിലാണെങ്കിലും പങ്കെടുക്കുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴും പലരുടെയും മനസ്സിലുള്ള എന്താണെന്നറിയാവോ? കർത്താവേ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്, എനിക്ക് പണിയുണ്ടാക്കരുത് നീ. അതാണ് പലരും എന്നോട് സങ്കടത്തെ ചോദിച്ചിട്ടുണ്ട്. അച്ഛാ, ഞാൻ കുഞ്ഞുനാൾ മുതൽ ഓൾട്ടർ ബോയിയാണ്, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എല്ലാവരും ദൈവത്തെ തള്ളിപ്പറയുമ്പോഴും ഞാൻ ദൈവത്തെ ഓൺ ചെയ്ത കുടുംബത്തിൽ ഒരുപക്ഷെ ഒരാൾ മാത്രം, ഞാൻ മാത്രമാണ് പള്ളിയുമായിട്ട് ബന്ധമുള്ള. ബാക്കി ആർക്കും പള്ളിയോട് ദൈവികമായ കാര്യങ്ങളോട് അവർ റെഗുലർ അല്ല. ഒത്തെങ്കിൽ ഒത്തില്ലെങ്കിൽ ഒത്താതെ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. അവർക്ക് വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്, അവർക്ക് സന്തോഷമാണ്, അവർക്ക് ജീവിതം തന്നെ രസകരമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഞാൻ ഇത്രയും ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വിഷമതകളും, എൻ്റെ ജീവിത പങ്കാളിയാണെങ്കിൽ തന്നെ ഒരിക്കലും ഒരു സമാധാനമായിട്ട് എന്നോട് പെരുമാറണില്ല. ഇതൊന്നും ഇല്ലാത്തവർക്കൊരു പ്രശ്നവും ഇല്ലല്ല. അപ്പോഴും ഞാൻ എൻ്റെ ചേട്ടന്മാരോട് അന്യന്മാരോടൊക്കെ എൻ്റെ ഈ ഭക്തിയും പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ പറയടാ, നീ എൻ്റെ പ്രാർത്ഥനയൊക്കെ ഒന്ന് നിർത്ത്, ഒന്ന് കുറക്ക്. അപ്പം ഞങ്ങളെപ്പോലെ മര്യാദക്ക് ജീവിക്കാൻ നോക്ക് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. അല്ലെങ്കിൽ ഈ അധികം ദൈവത്തെ നമ്മുടെ അധികം അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതൊക്കെ ആർക്കറിയാൻ പാടില്ലാത്തത്. ഞങ്ങളെ കണ്ടില്ലേ, ദൈവത്തിന് ഒരു പരിധി വരെ പുറത്തേ നിർത്തത്തുള്ളൂ. ഒത്തിരി അടുപ്പവുമില്ല, ഒത്തിരി അകുലവുമില്ല. അങ്ങനെ ഒരു റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് അങ്ങ് കീപ്പ് ചെയ്താൽ മതി എന്നാണ് ചേട്ടന്മാർ എന്നെ ഉപദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ് ഞാനും ചാകും, കുറച്ച് കഴിയുമ്പോൾ അവരും ചാകും. അപ്പോൾ എനിക്കും കിട്ടും, അവർക്കും കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തരുന്നത് കിട്ടും. അപ്പോൾ അതിനകത്ത് എന്താ ഏറ്റക്കുറച്ചൽ എന്താണ്? അങ്ങനെ പിന്നെ ജീവിതത്തിൽ എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യണത്? എനിക്കാണല്ല കൂടുതൽ ബുദ്ധിമുട്ട്. ഈ ചോദ്യം അങ്ങനെ നമുക്ക് എല്ലാവരും തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ട ആൾ തോബിയാസാണ്. നോക്കി അയാളുടെ ലൈഫ് കണ്ട. ഇപ്പം എന്നാ പറ്റി? ഒരു സൽപ്രവൃത്തി, മൃതദേഹം സംസ്കരിക്കാൻ പോകുന്നതിൻ്റെ വകുപ്പിൽ പട്ടിണി നിന്ന് മൃതദേഹം സംസ്കരിക്കാൻ പോയതിൻ്റെ വകുപ്പിലാണ് ഈ മനുഷ്യൻ്റെ കണ്ണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കും, ഈ കുരുവി അവിടെ ഇരിക്കണത് ദൈവത്തിന് അറിയാൻ പാടില്ലേ? ഇയാൾ നീതിമാനാണെന്ന് ദൈവത്തിന് അറിയാൻ പാടില്ലേ? ഈ നീതിമാനെ സംരക്ഷിക്കാൻ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന് ഇയാളെ സംരക്ഷിക്കാൻ പാടില്ലേ? അത് ഇനി കണ്ണിന് വീടാൻ തന്നെ കണ്ണ് പോകേണ്ട കാര്യമുണ്ടോ? അവിടെ ദൈവത്തിന് സംരക്ഷിക്കാൻ പാടില്ലേ? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ. ഇപ്പം നമ്മൾ തോബിയാസിൻ്റെ പുസ്തകം 2:14 2:9 ഈ വിഷയമുള്ളത്. 2:9 2:14 ഈ വിഷയം കൈകാര്യം ചെയ്യണത്. കുരുവി വന്നിരിക്കണത്, ഈ മനുഷ്യൻ്റെ കണ്ണ് പോണതുമൊക്കെ. അപ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ന്യായമായി ചോദിക്കാൻ ഒത്തിരി ചോദ്യങ്ങൾ തോബിയാസിനുണ്ട്. കാര്യം കുടുംബക്കാർ മൊത്തത്തോടു കൂടി ആ വംശം തന്നെ, നഫ്താലി വംശം തന്നെ കർത്താവിനെ വിട്ടുപോയി ബാലിനെ പരിഹരിപ്പിച്ച കർഷികളാണ്. അവിടെ ഒറ്റയ്ക്ക് പിടിച്ചു നിന്ന ആളാണ്. ഇനി സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും നിഷിദ്ധമായ കൽപ്പനക്കെതിരായിട്ടുള്ള ഭക്ഷണം വിളമ്പിയപ്പോൾ അത് കഴിച്ചവരാണ്. അപ്പോഴും തോബിയാസ് പറയും, എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണ കാരണം ഞാൻ പട്ടിണി നിന്നെന്ന് പറയും. ഈ മനുഷ്യന് പട്ടിണിയേ ഉള്ളൂ. ഇനി പെന്തക്കോസ്ത ദിവസം നല്ല ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴും കഴിക്കാൻ ആ ഭക്ഷണത്തെ തൊട്ടില്ലെന്ന് പറയത്തില്ല. അപ്പം തന്നെ വീണ്ടും മൃതശരീരത്തിൻ്റെ വാർത്ത വന്നു, പിന്നെയും പട്ടിണിയായിപ്പോയി.
അപ്പം ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് വെച്ച് ഒത്തിരി ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യനാണ്. ചില ചോദിക്കുക, അച്ഛാ ചുണ്ടിനും കപ്പിനുമായിരുന്നു എനിക്ക് ആ ജോലി കിട്ടേണ്ടതായിരുന്നു. ആ പോസ്റ്റ്മാൻ PSC അപ്പോയിൻമെൻറ്റ് ഓർഡർ പോസ്റ്റിൽ കിടന്ന് വൈകി ഞാൻ ചാർജ് എടുക്കുന്നതിന് ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയത്. അപ്പോൾ അത് ക്യാൻസലായി പോയിച്ചാന്ന് പറഞ്ഞു. അപ്പോയിൻമെൻ്റ് ഉള്ള ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിന് പോയാൽ മതിയായിരുന്നു, ക്യാൻസലായി പോയെന്ന്. അപ്പം ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് ജീവിതം കൈമോശം വരുമ്പോൾ ദൈവത്തിന് അറിയാൻ പാടില്ല. ദൈവത്തിന് അറിയാൻ എല്ലാവരും ചോദിക്കണം, ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നോ, ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളോർക്കും ശരിയാണല്ല, ദൈവത്തിന് അറിയാൻ പാടില്ല, ദൈവത്തിനൊന്ന് സഹായിക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിക്കാനാണെങ്കിൽ ജീവിതം മുഴുവൻ നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങളേ ഉള്ളൂ. ഈ ചോദ്യങ്ങൾ എന്ന് നിനക്ക് അവസാനിക്കുന്നു അന്ന് മാത്രമേ നീ വിശ്വാസിയാകത്തുള്ളൂ. എന്നാണ് നിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ അവസാനിക്കണം? എന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാവോ? അതായത് നമ്മളുടെ ഭക്തി, നമ്മളുടെ നീതി, നമ്മളുടെ സത്യം, നമ്മുടെ സൽപ്രവൃത്തി, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ മനുഷ്യന്മാരും ഉള്ളിൽ വിചാരിക്കണം എന്താണ്, ഞാൻ സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ എന്തുമാത്രം സൽപ്രവൃത്തികൾ ചെയ്യുന്നല്ലേ, എന്തുമാത്രം ഭക്തിയിൽ നമ്മൾ വചനം ഓരോ ദിവസവും അരമണിക്കൂർ വചനം വായിക്കുന്നു, എന്തുമാത്രം ഭക്തിയിൽ നമ്മൾ വചനം പ്രചരിപ്പിക്കുന്നു, എന്തുമാത്രം ഭക്തിയിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവമായിട്ട് ഒരു ബാർഗെയിനിങ് ടെൻഡൻസിയിലേക്ക് വരരുത്. കാര്യം നമ്മൾ 8:32 ഒക്കെ വായിക്കുന്ന പോലെ, Ephesians 8:32 വായിക്കുന്ന പോലെ ഇതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിനൊക്കെ കൂടുതലാണ് ദൈവത്തിന് നൽകാൻ കഴിയണത്. അപ്പോൾ ദൈവത്തിന് നൽകാൻ കഴിയുന്ന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മൾ സൽപ്രവൃത്തികൾ ക്രമീകരിക്കുക, വിശുദ്ധിയെ ക്രമീകരിക്കുക, സുഹൃത്തുക്കളെ ക്രമീകരിക്കുക. ഇനി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാൻ സുഹൃത്തോടു കൂടി ജീവിക്കുന്നു, അത് കണ്ട് നീ എനിക്ക് ഇന്ന കാര്യം നീ എനിക്ക് തരണം. ഞാൻ വിശുദ്ധിയോട് ജീവിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ എനിക്ക് തരണം. എനിക്ക് കേട് വരരുത്, എൻ്റെ തടി കേടാക്കരുത്, എനിക്ക് അപകടം വരരുത്, എനിക്ക് രോഗം വരരുത്, ഒന്നും വരരുത്. അപ്പോൾ പല ആൾക്കാരും പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പല ആൾക്കാരും വിശുദ്ധിയോട് ജീവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പല ആൾക്കാരും ജീവിതത്തിൽ ദൈവത്തോട് അടുത്ത് നിൽക്കണത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യമേ ഉള്ളൂ, നമുക്ക് പണിയുണ്ടാക്കരുത് കർത്താവേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പഠിക്കുകയാണ്, അതുങ്ങൾക്കൊക്കെ ഒരു അപകടമൊന്നും ഉണ്ടാകാതെ പഠിത്തം തീർക്കണം. അപ്പം ചില അമ്മമാർ ഒക്കെ ദൈവത്തിൽ നിന്നും മുട്ടിപ്പാട്ട് മാറാതെ നടക്കുകയാണ്. മകൾ കാനഡയിലാണ് കർത്താവ്, അവൾ സായപ്പനെ ലൈനടിക്കല്ലേ. ചുമ്മാ അമ്മമാരുടെ ഓരോ ഉത്കണ്ഠകളാണേ. ഇങ്ങനെ ഓരോരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് എല്ലാവരും അല്ല, പല മനുഷ്യരും അടുക്കണത്. അപ്പം എന്തിനാണ് നീ ഭക്തി ആചരിക്കണത്, എന്തിനാണ് നീ വിശുദ്ധി ആചരിക്കണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തടി കേടാകാതിരിക്കാനാണെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ഐഡിയ. ഈ ഒരു ഐഡിയ ആണെങ്കിൽ ഒരിക്കലും നീ ദൈവപൈതലാകാൻ സാധ്യതയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഇടപാടുകാരനാകും നീ. ഇന്നത്തെ പല വിശ്വാസികളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസികളില്ല, ദൈവപൈതലുമില്ല, ദൈവവുമായിട്ടുള്ള ഇടപാടുള്ളവരുണ്ട്, ഇടപാടുകാരുണ്ട്. ലോകത്തിൽ എനിക്ക് തോന്നിയിട്ട് ഞാൻ 32 വർഷമായി ഞാൻ ഈ കൗൺസിലിംഗ് ശുശ്രൂഷയിലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു സത്യം, ഓരോരോ കാലം ചെല്ലുന്തോറും വിശ്വാസികൾ കുറയുന്നു, ദൈവ പൈതൽ കുറയുന്നു, പക്ഷേ ഇടപാടുകാർ കൂടുന്നു. ഓരോ ദൈവ പൈതലും കാലാന്തരത്തിൽ ഇടപാടുകാരായിട്ട് മാറുന്നു. ഇന്ന് ദൈവത്തിൻ്റെ അനുഭവം നമുക്കില്ലാത്തതിൻ്റെ നമ്മളിന്ന് ദൈവാനുഭവം എന്ന് വിളിക്കുന്നത് മുഴുവനും കല്യാണം നടന്നു, വീട് കിട്ടി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് പറയുന്ന ഭൗതിക ആനുകൂല്യം കൈപ്പറ്റതിൻ്റെ പേരിൽ ദൈവാനുഭവം, അത് ദൈവ അനുഗ്രഹം എന്നാണ് അതിനെ വിളിക്കുന്നത്. ദൈവാനുഭവം അല്ലത്, അത് വേറെ. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ഫിസിക്കൽ ഫേവേഴ്സാണ്. ദൈവ അനുഗ്രഹവും ദൈവ അനുഭവവും രണ്ടാണ്. ഇന്ന് പലപ്പോഴും ദൈവാനുഭവം എന്ന് പറയണത് ദൈവാനുഗ്രഹത്തിനെയാണ്.
ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്, ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫേവേഴ്സാണ്. ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? ഭൗതിക ആനുകൂല്യങ്ങൾ. ഭൗതിക ആനുകൂല്യങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. ഉദരമാണ് അവരുടെ ദൈവം എന്ന് പറയത്തില്ലേ? റോമാലേഖനത്തിലുള്ളതാണ്, ഉദരമാണ് അവരുടെ ദൈവം. എന്നുവെച്ചാൽ അവരുടെ അതായത് ശരീരബന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ് അവർക്കുള്ളതെല്ലാം. എന്താ കുഴപ്പം? ദൈവം രണ്ടിനെയും നശിപ്പിക്കുമെന്ന്. ഉദരത്തെയും നശിപ്പിക്കും, ആ വ്യക്തിയെയും നശിപ്പിക്കും. എന്താ കാര്യം? അവസാന കാലങ്ങളിലെല്ലാം ഇങ്ങനെ ചിലപ്പോൾ ദ്രവിച്ചു തീരുകയോ അല്ലെങ്കിൽ കത്തിത്തീരുകയോ ചെയ്യും. മനുഷ്യൻ ഇന്ന് കത്തിത്തീരുന്ന കാലമാണ്. കൺമേക്കിൽ നിൽക്കുന്ന ജീവനോടെ എഴുന്നേറ്റ് നടന്ന ആൾക്കാർ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ മുമ്പിൽ കിടന്ന് കത്തണ കാണാം. ഇങ്ങനെ ഒരു കാലം ഒരിക്കലും ഉണ്ടായിട്ടില്ല. മനുഷ്യൻ ഏറ്റവും ആരോഗ്യവാനും സൗന്ദര്യമുള്ളവരും കിടന്ന് കത്തുന്ന കാലം. ഇനി നമ്മുടെ കാലം എപ്പോഴാണ് നമുക്കറിയത്തില്ല. എന്നിട്ടും മനുഷ്യന് മനസ്സാന്തരമില്ല. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ദൈവദൃഷ്ടനതിൽ ഇടപാടുകാരല്ല. പിന്നെ എന്താണ്? പിന്നെ ആരാണ്? ഒരു വിശ്വാസി ഇടപാടുകാരനല്ല. നീ ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ദൈവത്തോട് ഇടപാടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാലത്തും ദൈവത്തെ അനുഭവിക്കത്തില്ല, പക്ഷെ അനുഗ്രഹം നിനക്ക് കിട്ടി ലഭിക്കും. ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾക്ക് അനുഗ്രഹത്തിൻ്റെ കൂടെ അവന് അനുഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അൺകണ്ടീഷനായിട്ട്, അതായത് നമ്മൾ ദൈവത്തിരുസനിനെ ആചരിക്കുന്ന വിശുദ്ധി. ഇപ്പോൾ അവിശുദ്ധിയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടാണ് ബൈബിൾ വെച്ച് പുലർത്തുന്നത്. വിശുദ്ധിയെക്കുറിച്ച് ഇപ്പോൾ പഴയ നിയമത്തിലാണെങ്കിൽ വിശുദ്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ലേവ്യ പുസ്തകമാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ലേവ്യ പുസ്തകം പറയും, കൽപ്പന തന്നിട്ടുണ്ട്, നിൻ്റെ ജഡിക ശാരീരിക മ്ലേച്ഛതകളെ കൽപ്പന പ്രകാരം ദഹനിക്കണമെങ്കിൽ നിനക്ക് വിശുദ്ധിയോടെ വേപരിക്കാൻ പറ്റും. നമ്മൾ ഹെബ്രായർ 18-20 വചനങ്ങളൊക്കെ ആ വചനമാണ്. അതായത് മ്ലേച്ഛതകളെന്ന് പറയും, ശാരീരികമായ ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന അശുദ്ധ പാപങ്ങളെല്ലാം ബൈബിൾ വിളിക്കണം മ്ലേച്ഛതകളെന്നാണ്. ഈ മ്ലേച്ഛതകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് കൽപ്പന കൊടുത്തിരിക്കുന്നത്. 10 കൽപ്പന പോലും നിൽക്കണത് എന്താ? വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുന്ന മ്ലേച്ഛതകളാണ്. എന്നിട്ട് വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ നിയമപ്രകാരം ജീവിതത്തിൻ്റെ മ്ലേച്ഛതകൾ, ജഡിക മ്ലേച്ഛതകൾ ഒഴിവാക്കിയാൽ നീ വിശുദ്ധിയുള്ള വ്യക്തിയായി മാറും. അതിന് കാരണം ബൈബിൾ പറയണത് ദൈവം വിശുദ്ധനാണ്, അത് കാരണം നിങ്ങളും വിശുദ്ധിയുള്ളവരായിരിക്കണം. പക്ഷെ ആ വിശുദ്ധിയുടെ കൺസെപ്റ്റ് എന്താണ്? അപ്പോഴേ അക്കാലങ്ങളിലുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവന് നിരന്തരമായിട്ട് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രലോഭനങ്ങൾ, ശരീരത്തിൻ്റെ ഋതുമതിയായ സ്ത്രീ പോലും അവിശുദ്ധമായിട്ട് കണ്ടിരുന്ന ഒരു കാലമുണ്ട്. അന്നത്തെ കാലത്തിൻ്റെ കൺസെപ്റ്റാണത്. അതെല്ലാം അവിശുദ്ധിയുടെ പട്ടികയിൽ പെടുത്തി വച്ചിരിക്കുക. കാലം അതായിരുന്നു. മനുഷ്യൻ ദൈവത്തിലെ അറിവിൽ വളരുന്നതനുസരിച്ച് കൊണ്ട് വിശുദ്ധിയുടെ കൺസെപ്റ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ നിയമം എന്നൊക്കെ പറയുമ്പോൾ ഹെബ്രായർ 12 നമ്മൾ വായിക്കുന്നതാണ്. എന്താണ്? വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന്, ഹെബ്രായർ 12:15 വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോഴെന്താണ് അവിടെ ബാഹ്യമായ അവിശുദ്ധമായിട്ടുള്ള ക്ലീൻനെസ്സിൻ്റെ കാര്യങ്ങളെക്കാൾ ഉപരി നേരെ ആന്തരികമായി മാറി. ഒരു വ്യക്തിയോട് നമുക്ക് വിദ്വേഷമുണ്ടെങ്കിൽ നമ്മൾ അശുദ്ധരായി മാറി. വിദ്വേഷത്തിൻ്റെ വേരിനുള്ള പ്രശ്നം അത് പൗലോസ് പറയണ പോലെ സൂര്യൻ അസ്തമിക്കണ മുമ്പ് പറഞ്ഞു തീർത്തില്ലെങ്കിൽ ആ വേര് വളരാൻ തുടങ്ങും. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ. വിദ്വേഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൗലോസ് പറയും, സൂര്യൻ അസ്തമിക്കണ മുമ്പ് നീ ആ വിഷയം പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ എന്താ പറ്റും? രാത്രി വരും.
സന്ധ്യ അസ്തമയം കഴിഞ്ഞാൽ പിന്നെ രാത്രിയല്ലേ, രാത്രിയിലാണ് ഈ വിദ്വേഷമൊക്കെ വളരുന്നത്. ജീവിതം ഇരുട്ടായി കഴിഞ്ഞാലേ എല്ലാ പാപത്തിൻ്റെ വേരുകളും വളരണത് ജീവിതം ഇരുട്ടിലാകുമ്പോഴാണ്. ദൈവമാകുന്ന വെളിച്ചം, വിശ്വാസമാകുന്ന വെളിച്ചം കെട്ടുപോണ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ പാപം ഇങ്ങനെ വളരാൻ തുടങ്ങും. അതുകൊണ്ട് പറയും, കർത്താവ് എപ്പോഴും പറയും, പകലായിരിക്കുവോളൂ ഞാൻ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും വേല ചെയ്യാനാവാത്ത രാത്രികാലം അടുത്ത് വരികയാണല്ലോ. അപ്പോൾ രാത്രിയെയും അസ്തമയത്തിന് ശേഷമുള്ള സമയങ്ങളെയും ബൈബിള് കാണുന്നതിൻ്റെ ഉദ്ദേശിക്കുന്നത് വിശ്വാസം, ദൈവസ്നേഹമുള്ള ഒരു കാലമാണ് നമ്മളുടെ പകലെന്ന് പറയണത്. ദൈവസ്നേഹമായത് കാരണം നമ്മൾക്ക് ഇപ്പോൾ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും എൻ്റെ മുമ്പിൽ വിശുദ്ധരാകാൻ പറയും. അത് തന്നെ, ആ തിയറി തന്നെയാണ് പറയുന്നത്. നമ്മൾ യോഹന്നാൻ 1:8 വായിക്കണതും അല്ലെ 4:8 വായിക്കണത്. 1 യോഹന്നാൻ 4:8 ദൈവസ്നേഹമാകുന്നു. അതുകൊണ്ട് എന്താ പറ്റും? നിങ്ങളെ സ്നേഹമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റും? നിങ്ങളെ വിദ്വേഷമായിട്ടില്ലായിരിക്കണമെങ്കിൽ അശുദ്ധരായിത്തീരും. ഇപ്പം വിദ്വേഷം അശുദ്ധമാകണത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹമായതുകൊണ്ടാണ്. നമ്മുടെ വിദ്വേഷം അശുദ്ധമാകണത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹമായതുകൊണ്ടാണ്. ഇപ്പം സ്നേഹത്തിൽ വസിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൽ വസിക്കാൻ പറ്റത്തുള്ളെന്ന് യോഹന്നാൻ പറയണത് അതാണ്. അപ്പം 4:8 താഴെ, 1 യോഹന്നാൻ 4:8 താഴെയുണ്ട്. അതായത് ദൈവത്തിൽ വസിക്കണമെങ്കിൽ സ്നേഹത്തിൽ വസിച്ചാൽ മാത്രമേ ദൈവത്തിൽ വസിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. കാര്യം ദൈവം സ്നേഹമാകുന്നു എന്ന് പറയും. അപ്പം നമ്മുടെ വിദ്വേഷം എന്തുകൊണ്ടാണ് പാപമാകണത്? ദൈവം സ്നേഹമായതുകൊണ്ടാണ്. അപ്പോൾ അത് പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റുമായിട്ട് യോജിച്ച് പോണതാണത്. കാര്യം എന്താണ്? നിങ്ങൾ വിശുദ്ധരായിരിക്കണം. കാര്യം നിൻ്റെ കർത്താവായ ദൈവം ഞാൻ വിശുദ്ധിയായിരിക്കുന്നു, വിശുദ്ധിയുള്ളവനായിരിക്കുന്നു. അപ്പം ദൈവത്തിനോട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ അവിശുദ്ധ നിയമങ്ങളെ ബൈബിള് വെളിപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവത്തെ മാത്രം പരാമർശിക്കുന്ന സുവിശേഷ ചൈതന്യത്താൽ എന്നെ ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 12 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂക്ഷിച്ചുകൊള്ളുക. ഞങ്ങളുടെ വിശുദ്ധിയെ അങ്ങ് പരിപോഷിപ്പിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇനി നിങ്ങളോട് ഞാൻ ഈ ആഴ്ച ധ്യാനിച്ച വിഷയം പറയാം. ഞാൻ ഈ ആഴ്ചയിൽ കർത്താവിൻ്റെ സുവിശേഷം 17-ാം അധ്യായം, യോഹന്നാൻ്റെ 17-ാം അധ്യായം 17, 18, 19, 20 വചനങ്ങളാണ് ധ്യാനിച്ചത്. കാര്യം ആ വചനം ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ തോബിയാസിലേക്ക് പോകാൻ കാരണം. കാര്യം ഈ വചനത്തിൽ ക്രിസ്തു വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് എൻ്റെ രസം. ക്രിസ്തു ഈ മനുഷ്യരാശി കണ്ടതിൽ വെച്ച് ഏറ്റവും വിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാനായ ക്രിസ്തു വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് വിശുദ്ധിയായിരിക്കും? അതായത് 17 യോഹന്നാൻ്റെ സുവിശേഷം, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. ഏറ്റു പറഞ്ഞേ, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അപ്പോഴേ അടുത്ത വചനം എന്ന് വെച്ചാൽ അങ്ങയുടെ വചനമാണല്ലോ സത്യം. അപ്പോഴേ എന്താ ഈശോ ഉദ്ദേശിക്കണത്? അവരെ അങ്ങ് വചനത്താൽ വിശുദ്ധീകരിക്കണമേ എന്നാണ്. ഇനി വചനം എന്താണെന്ന് അറിയണം. അതിന് താഴെ 17-18 അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഇനി 17-19 വചനം ശ്രദ്ധിക്കണം. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു മനുഷ്യരാശിയോട് ആകപ്പാടെ ഒരു
ആൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങളിൽ ആർക്കെന്നിൽ പാപം ആരോപിക്കാൻ കഴിയുമെന്ന്. നിങ്ങളിൽ ആർക്കെന്നിൽ പാപം ആരോപിക്കാൻ കഴിയും. അപ്പോൾ പാപവും വിശുദ്ധിയും തമ്മിൽ അവിടെ എവിടെയോ വെച്ച് ബന്ധം പോകുന്നുണ്ട്. എന്നെ ശ്രമിക്കുന്ന ജനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾക്കറിയാവുന്നൊരു വിശുദ്ധി പാപത്തെ ഉപേക്ഷിക്കുന്ന വിശുദ്ധിയാണ്. ഈ വിശുദ്ധിയുടെ ക്വാളിറ്റിയും ഈശോ പറയുന്ന വിശുദ്ധിയുടെ ക്വാളിറ്റിയും തമ്മിൽ രണ്ട് ക്വാളിറ്റിയാണ്. കാരണം 17:19 അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോയ്ക്ക് വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഈശോ വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാ? ഈശോയുടെ വിശുദ്ധീകരണം എന്ന് പറയണത് വചനത്താൽ, അതായത് നമ്മൾ 17:17 വായിക്കുന്നത്, അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനമാണല്ലോ സത്യം. അപ്പം അങ്ങയുടെ വചനത്താലാണ് വിശുദ്ധീകരിക്കേണ്ടത്. വചനം എവിടുന്നാണ് വരണത്? ദൈവത്തിൻ്റെ വചനം എവിടുന്നാണ് വരണത്? അപ്പോൾ നമ്മുടെ വാക്ക് എവിടുന്നാണ് വരണത്? നമ്മുടെ മനസ്സിൽ നിന്നാണ് വരണത്, അല്ലേ? നമ്മുടെ വാക്ക് എവിടുന്നാണ് വരണത്? നമ്മുടെ മനസ്സിൽ നിന്നാണ് വരണത്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് എവിടുന്നാണ് വരണത്? ദൈവത്തിൻ്റെ മനസ്സിൽ നിന്നാണ് വരണത്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് വരണത് വാക്കുകൾ എന്താണ്? മനസ്സിൻ്റെ ഇഷ്ടങ്ങളാണ് വാക്കുകളായിട്ടും വചനമായിട്ടും വരണത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് അർത്ഥം. സത്യമെന്ന് പറഞ്ഞാൽ എന്താണ്? വചനമാണ്. വചനമെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവത്തിൻ്റെ വാക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ വാക്ക്. ആ ദൈവത്തിൻ്റെ വാക്കാണ്, വചനമാണ് സത്യം. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഈ ദൈവത്തിൻ്റെ ഇഷ്ടം ശ്രദ്ധിക്കുക, നമ്മളെ വിശുദ്ധീകരിക്കുന്നത് എന്താണ്? നമ്മളെ കുറിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, നമ്മളെ വിൽ ഓഫ് ഗോഡാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. യു ഗോട്ട് ദ പോയിന്റ്? നമ്മളെ വിശുദ്ധീകരിക്കുന്നത് എന്താണ്? വിൽ ഓഫ് ഗോഡാണ് വിശുദ്ധീകരിക്കുന്നത് നമ്മളെ. കർത്താവ് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണം എന്നല്ല ഈശോ പറഞ്ഞത്. പിതാവേ, യേശുവിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ അവിശുദ്ധനായി പോയനം എപ്പോഴാണ്? ഗെത്സമനിൽ വെച്ച് ഒറ്റ വാക്ക് പറഞ്ഞാണ് ഈശോ വിശുദ്ധനായത്. എന്നുവെച്ചാൽ ലോകത്തിൽ ഈശോനേക്കാൾ വലിയ വിശുദ്ധനില്ലാതായിപ്പോയി. എന്താ കാരണം? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ വിൽ ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളെ അതാണ് ഈശോയാണ് അത്രയും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നാം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണിത്. കാര്യം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന മുഴുവനും പാപം ഒഴിവാക്കുമ്പോൾ വിശുദ്ധി ഉണ്ടാകുമെന്നാണ്. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ആർക്കെങ്കിലും പാപം ആരോപിക്കാൻ കഴിയുമെന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ ആർക്കെങ്കിലും പാപം ആരോപിക്കാൻ കഴിയും. അപ്പോൾ ഈശോയ്ക്ക് പാപമില്ലല്ലോ. പിന്നെ എന്താണ് ഈശോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? പാപമില്ലാത്ത ഈശോ എന്നാ പറഞ്ഞിരിക്കുന്നത്? അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് 7:19 അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ആ വിശുദ്ധീകരണം എന്താണ്? ആ വിശുദ്ധീകരണം എന്താണ്? പരപിതാവിൻ്റെ ഇഷ്ടത്തിന് ഈശോ കീഴ്വഴങ്ങിയതാണ് ഈശോയുടെ വിശുദ്ധീകരണം. വിൽ ഓഫ് ഗാഡ് ഇസ് ദ മീൻസ് ഓഫ് സാന്റിഫിക്കേഷൻ. നമ്മുടെ വിശുദ്ധി എന്ന് പറയണത് ദൈവത്തിൻ്റെ തിരുമനസ്സാണ്. പലരും നമ്മൾ ഇപ്പം അത് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരോ ഇപ്പം തോബിയാസ് ജീവിതത്തിൽ സൽപ്രവൃത്തികളും സൽകൃത്യങ്ങളൊക്കെ ചെയ്ത നീതിമാനായ സത്യത്തിൽ ജീവിച്ച മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ആ മനുഷ്യൻ്റെ കണ്ണിലാണ് കാഷ്ടം വീണിട്ട് കണ്ണ് പോയത്. അപ്പോൾ ഇത്രയും വലിയ വിശുദ്ധിയോടെ
അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽകൃത്യങ്ങൾ ചെയ്ത് ജീവിച്ച മനുഷ്യനെ എന്തുകൊണ്ടാണ് ദുരന്തങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. തോബിയാസ് വിശുദ്ധനായതുകൊണ്ട് ദൈവത്തെപ്പോലെ വിശുദ്ധനാകാൻ സത്യത്താൽ വിശുദ്ധീകരിക്കുകയാണ്. ഈശോ എന്താ പറഞ്ഞത്? മനുഷ്യനെ വിശുദ്ധീകരിക്കേണ്ടത് സത്യമാണ്. യോഹന്നാൻ 17:17 മനുഷ്യനെ വിശുദ്ധീകരിക്കേണ്ടത് സത്യമാണ്. കൽപ്പനയേക്കാൾ ഉപരി സത്യമാണ് മനുഷ്യനെ വിശുദ്ധീകരിക്കേണ്ടത്. സത്യം എന്താണ്? അങ്ങയുടെ വചനമാണുള്ള സത്യം. വചനം എന്താണ്? അത് ദൈവത്തിൻ്റെ മനസ്സാണ്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനം. തോബിയാസ് വ്യത്യസ്തങ്ങളായ ജീവിത മേഖലകളിലെ സൽപ്രവൃത്തികളോടെ സൽകൃത്യങ്ങളോടെ നീതിമാനായി സത്യസന്ധനായി ജീവിച്ച മനുഷ്യനാണെങ്കിലും ആ മനുഷ്യൻ്റെ ഓരോ ഘട്ടങ്ങളിലും അശ്വനിപാതങ്ങൾ അതുപോലെ തന്നെ അപകടങ്ങൾ എല്ലാം അവകാശമോഹര്യമായി തീരുമ്പോൾ നമ്മൾ ചോദിക്കും, ഫോർ വാട്ട് വി ഷുഡ് ബിലീവ്? നമ്മൾ എന്തിനു വേണ്ടി വിശ്വസിക്കണം എന്ന് നമ്മൾ ചോദിക്കും. നമ്മളിങ്ങനെയൊക്കെ ജീവിച്ചിട്ടും നമ്മളിങ്ങനെയൊക്കെ ദൈവമേ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ടും ദശാംശം കൊടുത്തിട്ടും പ്രാർത്ഥന നടത്തിയിട്ടും പള്ളിയിൽ കുർബാനയ്ക്ക് മുടങ്ങാതെ പോയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നമ്മൾക്ക് രോഗങ്ങളാണല്ലോ എന്ന് പറയുമ്പോൾ അതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ, അതാണ് നിന്നെക്കുറിച്ചുള്ള വചനമെങ്കിൽ, സത്യമെങ്കിൽ, അതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സെങ്കിൽ നീ എന്തനുഭവിക്കുന്നു? നിൻ്റെ മനസ്സിന് വിഖ്യാതമായിട്ട് നീ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മനസ്സാക്ഷിക്കും നിൻ്റെ താല്പര്യങ്ങൾക്കും നിൻ്റെ ആഗ്രഹങ്ങൾക്കും എതിരായിട്ട് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവോ അത് when we take the name of Jesus Christ at the will of God, you will be satisfied in the name of Jesus Christ. അവൻ്റെ നാമത്തിലാണ് നമ്മൾ അപ്പോഴ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. ദൈവത്തിലെ ദാറ്റ് മീൻസ് വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മളെ എന്താണ് വിശുദ്ധീകരിക്കണത്? ആ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കൽപ്പനകളല്ല നമ്മളെ വിശുദ്ധീകരിക്കണത്. നമ്മുടെ ഭക്തിയും പ്രാർത്ഥനയും വിശുദ്ധിയും അതുപോലെ സുഹൃതങ്ങളും ഒന്നല്ല മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത്. അതൊക്കെ വിശുദ്ധീകരിക്കുമ്പോഴും ദൈവവചനം കർത്താവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പങ്കുവെക്കുമ്പോഴേ അങ്ങയുടെ വചനമാണല്ലോ സത്യമെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ഈശോയെ എങ്ങനെയാണ് വിശുദ്ധീകരിച്ചത്? വിൽ ഓഫ് ഗോഡ്, പരപിതാവിൽ അതിവിശുദ്ധനായിരുന്ന കർത്താവ് പിന്നെ എന്തിനാണ് വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറയണത്? അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവപിതാവിൻ്റെ മനസ്സാണ് ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കണത്. ദൈവപിതാവ് നീ വിശുദ്ധനാകാം. നീ ചിലപ്പോൾ പാപം ഒഴിവാടി ജീവിക്കുന്ന ആളാകാം, 2 ആഴ്ച കുടുംബം കുമ്പസാരിക്കുന്ന വ്യക്തിയാകാം, അതുപോലെ തന്നെ നീ ദാനധർമ്മം ചെയ്യുന്ന വ്യക്തിയാകാം, നീ സൗമ്യതയും ജ്യോത്വാഭ്യാസനെ പോലെ നീതിമാനും സത്യസന്ധനുമാകാം. പക്ഷേ നിൻ്റെ ജീവിതത്തിൽ ദൈവഹിതമായിരിക്കത്തില്ല. അത് നിന്നെ വിശുദ്ധീകരിക്കണത് ദൈവഹിതമാണെങ്കിൽ അങ്ങനെയൊക്കെ വിശുദ്ധിയോടെ നീതിയോടെ സമാധാനത്തോടെ ജീവിച്ചു പോകുമ്പോൾ തന്നെ നിൻ്റെ ഇഷ്ടത്തിന് അനിഷ്ടമായിട്ട് എന്തെങ്കിലും ഒരു ജീവിതാനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഇഫ് യു ടേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സ് പോലെ, എന്നെക്കുറിച്ചുള്ള മനസ്സ് പോലെ, ദൈവത്തിൻ്റെ മനസ്സ് പോലെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു അശ്വനിപാദം നിന്നെ വിശുദ്ധീകരിക്കാം. എന്താ കാര്യം? അതാണ് നിന്നെ സംബന്ധിച്ചുള്ള വചനം, അതാണ് നിന്നെ സംബന്ധിച്ചുള്ള സത്യം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ എന്നിട്ട് എന്താണ് എല്ലാവരും ചോദിക്കും, ദൈവം എന്നോട് ഞാൻ ഇനി ഒരു പള്ളിയിലും പോകത്തില്ല, ഒരു പട്ടക്കാരനെ വേണ്ട, ഒരു കുതാശമില്ല, എന്നാ കുമ്പസാരം, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എൻ്റെ കച്ചവടം പൂട്ടിയില്ലേ, എനിക്ക് വണ്ടി ഇടിച്ചില്ലേ, എനിക്ക് പണിക്കാരനില്ലാതായി പോയില്ലേ, എനിക്ക് പെണ്ണ് കിട്ടിയില്ലല്ല, എല്ലാവർക്കും കല്യാണം കഴിച്ചാലും ഞാൻ മാത്രമല്ലേ ഒറ്റപ്പെട്ട് നിൽക്കുന്നുള്ളൂ, എനിക്ക് ചെറുക്കാൻ കിട്ടിയിട്ടില്ലല്ല, അതുകൊണ്ട് ഞാൻ പള്ളിയിലും പോകത്തില്ല, പ്രാർത്ഥനയ്ക്കും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരില്ലേ. നിങ്ങൾ ഇത് കേൾക്കണം. എന്താ കാര്യം? ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു സത്യമാണ്. നിങ്ങൾ കൃത്യമായി പള്ളിയിൽ പോയി സത്യമാണ്. നിങ്ങൾ കൃത്യമായി കുടുംബ പ്രാർത്ഥന പങ്കെടുത്തു അതൊക്കെ സത്യമാണ്. നിങ്ങൾ കൃത്യമായി ദാനധർമ്മം ചെയ്തു അത് സത്യമാണ്. പക്ഷേ ആ സത്യങ്ങളൊന്നും ചിലപ്പോൾ ഒരു ദൈവഹിതത്തിനെ പോലെ നിന്നെ വിശുദ്ധീകരിക്കാൻ പോകുന്ന സത്യമല്ല. അത് സത്യമല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ദൈവഹിതത്തിനെ പോലെ നിന്നെ വിശുദ്ധീകരിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടാകത്തില്ല. ഒരു പക്ഷേ ദൈവം നിന്നെ സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ അനിഷ്ടത്തിന്, നിൻ്റെ ജീവിതം, നിൻ്റെ താല്പര്യങ്ങൾക്കെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൈവ മനസ്സ് നീ സന്തോഷത്തോടെ നിറവേറ്റിയാൽ അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനെന്ന് ഈശോ പറഞ്ഞില്ലേ. ഈശോ വിശുദ്ധീകരിച്ചത് എന്താണ്?
പരപിതാവിൻ്റെ മനസ്സ്, അപ്പാ അങ്ങയുടെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് യേശു വിശുദ്ധീകരിക്കപ്പെട്ടത്. അതായത് ദൈവത്തിൻ്റെ ലെവലിലേക്ക്, ഒരു പക്ഷേ ആ ലെവലിനേക്ക് വളരുന്നതായിട്ട് കർത്താവ് ശരിക്കും നിങ്ങളും ഇതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? കാല് കഴുകാൻ, ഈ ഗസ്തവരിക്ക് മുമ്പ് കാല് കഴുകാൻ വേണ്ടി വന്നില്ലേ? അപ്പോഴീശോ പറഞ്ഞതാണ് നിങ്ങളും ഇതുപോലെ ചെയ്യണമെന്ന്. ഞാൻ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ഞാൻ എൻ്റെ പിതാവിൻ്റെ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് അവൻ്റെ നാമത്തിലെ വിശുദ്ധിയുടെ പരമകാഷ്ഠയിൽ എത്തിയതുപോലെ നിങ്ങളും ദൈവഹിതം സ്വീകരിച്ചുകൊണ്ട്, ദൈവഹിതം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളും വിശുദ്ധിയിലേക്ക്. അത് 13:15 യോഹന്നാൻ്റെ സുവിശേഷം 13:15. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. ഒരു വിശുദ്ധീകരണത്തിന് മാതൃക എന്താണ്? അത് യേശുവാണ്. യേശുവിൻ്റെ മാതൃക എന്താണ്? ദൈവഹിതം നിറവേറ്റിയതാണ്. അതുകൊണ്ട് തന്നെ സ്വർഗസ്ഥനായ പിതാവെന്ന് പറയുന്നതാണ് ആ പ്രാർത്ഥനയാണ് വിശുദ്ധിയുടെ പ്രാർത്ഥന. നമ്മൾ കുമ്പസാരത്തിന് ജപം ചെല്ലും, മനസ്താപകരണം ചെല്ലും. പക്ഷേ ഏറ്റവും ക്ലീനായിട്ടുള്ള വിശുദ്ധിയുടെ പ്രാർത്ഥന എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കാര്യം അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റിയാണ് യേശു അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ 17-19 വചനം വ്യാഖ്യാനിച്ച് തന്നത് നമുക്ക് ജീവിതം കൊണ്ട്. അത് നമ്മളും അതുപോലെ അനുവർത്തിക്കാൻ വേണ്ടിയാണ് 13-15 യോഹന്നാൻ പറയണത്. ഞാൻ ചെയ്ത പോലെ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു മാതൃകയായിരിക്കുന്നു. വിശുദ്ധിയുടെ മാതൃക. തോബിയാസിൻ്റെ വിശുദ്ധിയുടെ മാതൃക നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ 12-15 ഹെബ്രായ ലേഖനം വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതെ സൂക്ഷിക്കാൻ പറഞ്ഞ മാതൃക നമുക്കറിയാം. ലെവയാർ 18:20 മ്ലേച്ഛതകളെ അവസാനിപ്പിച്ചുകൊണ്ട് ശാരീരികമായ ക്ലീൻനെസ് വിശുദ്ധിയുടെ മാതൃകയായിട്ടുള്ള മാതൃക നമുക്കറിയാം. ലെവയയുടെ വിശുദ്ധിയുടെ മാതൃകയല്ല പൗലോസ് അപ്പോസ്തലൻ്റെ വിദ്വേഷത്തിന് വേര് വളരുന്ന അശുദ്ധരാകുന്ന വിശുദ്ധിയുടെ മാതൃകയല്ല. നമ്മൾ ഫോളോ ചെയ്യണത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ മാതൃകയാണ്. അതെന്താണ്? വിൽ ഓഫ് ഗോഡാണ്. വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് നിന്നെക്കുറിച്ച് എന്താണ്? നീ ജീവിതകാലം മുഴുവൻ കെട്ടാതെ നിൽക്കണം. പല കല്യാണം വന്ന് 55 കല്യാണം വന്നത് ഒക്കണില്ല. അപ്പോഴെല്ലാവരും വരും കെട്ടെന്ന് പറയും. എന്തിനാണ്? നിന്നെ കെട്ടിച്ചിട്ട് നിൻ്റെ കാര്യത്തിൽ വേറെ പെണ്ണിനെ ഏൽപ്പിച്ച് അങ്ങോട്ട് വിടാൻ വേണ്ടി അവരുടെ തൽക്കാലത്തേക്കുള്ള ഉത്തരവാദിത്വം നിറവേറ്റും. അത് നാട്ടു നടപ്പനുസരിച്ച് ചെയ്യും. പക്ഷേ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. നിൻ്റെ മനസ്സ് പരിശുദ്ധാന് പറയുന്നുണ്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏകസ്ഥ ജീവിതമാണെന്ന് തോന്നിയാൽ നീ നാട്ടുകാരുടെ വർത്തമാനം കേട്ടിട്ട് ആരെയും ഇവിടെ പിടയ്ക്ക് വെക്കരുത്, പണി കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ഓഫ് ഗോഡ് അറിയണം. നമ്മളെ വിൽ ഓഫ് ഗോഡ് ആരും പറയാതെ അറിയാൻ വേണ്ടി മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ മനസ്സ് ടൂൺ ചെയ്തിരിക്കണം. അല്ലാത്തപ്പോഴാണ് പ്രശ്നം വരണത്. എല്ലാ കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കാം, പക്ഷെ അത് വിൽ ഓഫ് ഗോഡ് ആയിരിക്കത്തില്ല. നിൻ്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കുന്ന പല കാര്യങ്ങളും നല്ലതാണ്, റീസണാണ്. നിൻ്റെ ബുദ്ധി പറയാം ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് റൈറ്റ്. ഒരു നേഴ്സ് പെണ്ണാണ്, കെട്ടിക്കോ, അവളുടെ കൂടെ കാനഡയിൽ പോകാമെന്ന് പറയും. അല്ലെങ്കിൽ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടന്ന് വലയുമെന്ന് പറയും. എല്ലാവരും അത് പറയും. ചിലപ്പോൾ നല്ലതായിരിക്കാം, പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവ പൈതൽ ഈ 70 കൊല്ലത്തെ ജീവിതമല്ല മനസ്സിൽ കാണുന്നത്. നമ്മൾ ദൈവത്തിന് എന്തിനാണ് വിശ്വസിക്കണത്? ഇവിടെ എങ്ങനെ വയറ്റിപ്പിഴപ്പിന് ജീവിക്കാൻ വേണ്ടിയാണോ? അല്ല. നമ്മളെന്തിനാണ് ദൈവത്തെ വിശ്വസിക്കണത്? ദൈവത്തിൻ്റെ കൂടെ നമുക്ക് നിത്യതയോളം ജീവിക്കാൻ വേണ്ടിയല്ലേ? ഈ നിത്യതയോളം നമ്മൾ ജീവിക്കാനുള്ള ഭക്ഷണം എന്ന് പറയുന്നത്, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണം എന്ന് പറയുന്നത് വിൽ ഓഫ് ഗോഡാണ്. ആ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനസ്സ്, അത് നിറവേറ്റാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സാധിക്കണം. കാര്യം ഒരു വിഷയം എടുക്കുമ്പോൾ അത് വിൽ ഓഫ് ഗോഡ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ഉടനെ എന്തോ ഒരു കടിച്ച് ഇങ്ങനെ ഈ എയർ ബ്രേക്കില്ലേ, ബ്രേക്ക് ക്ലച്ച് കടിച്ചെന്നൊക്കെ പറയത്തില്ലേ,
അതുപോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നിൽക്കും. ഈ ബ്രേക്ക് കടിച്ചെന്നൊക്കെ പറയും, നമ്മൾ ക്ലച്ചല്ല ബ്രേക്ക് കടിച്ചെന്നൊക്കെ പറയും. അതുപോലെ നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. നീ പ്രെയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, ദൈവമേ വിൽ ഓഫ് ഗോഡ് എന്തായാലും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കൃപയിലേക്ക് എന്നെ വളർത്തണമേ എന്ന്. കാര്യം അതിന് ആരും പ്രത്യേകിച്ച് വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ദൈവപൈതലിന് ഓൺ പ്രോസസ്സിന് മനസ്സിലാകും, ആന്തരിക ബുദ്ധിയിൽ ആന്തരിക ചൈതന്യത്തിൽ മനസ്സിലാകും. ആ വിൽ ഓഫ് ഗോഡാണ് ഒരു വ്യക്തി. ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ബ്രഹ്മചാരികളായിട്ട് ജീവിക്കുന്നു. ബ്രഹ്മചാര്യം കൊണ്ട് ഒന്നും സ്വർഗം നേടാനൊന്നും പറ്റത്തില്ല, നമുക്കറിയാം. സിസ്റ്റേഴ്സ് ഉണ്ട്, അവരെല്ലാം കന്യയായിട്ട് ജീവിക്കുന്നു. ആ കന്യകത്വം കൊണ്ട് സ്വർഗം നേടാൻ പറ്റുമെന്നുള്ള, സ്വർഗം നേടാനല്ല, മഹത്വപൂർണമായ മഹത്വ പ്രവാഹത്തിൽ. കാര്യം ഞാൻ അമ്മ പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ട ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം ഇത് എന്താ സംഭവിക്കണമെന്ന്, സ്വർഗം എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. കാര്യം നമ്മൾ യഥാർത്ഥ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിൽ ഓഫ് ഗോഡ് ഏറ്റെടുക്കാൻ തയ്യാറാകും. എന്തുകൊണ്ടാണ് മനുഷ്യൻ വിൽ ഓഫ് ഗോഡ് എടുക്കാത്തത്? ദൈവ ഇഷ്ടത്തിന് ഒരു മനുഷ്യന് മഹത്വീകരിക്കപ്പെടുന്ന എന്താണ്? അവനെ വിശുദ്ധീകരിക്കപ്പെടുന്നതാണ്. അവന് വിശുദ്ധീകരിക്കപ്പെടുന്ന എന്താണ്? അത് അവൻ വിൽ ഓഫ് ഗോഡ് എടുക്കുന്നതാണ്, ദൈവ തിരുമനസ് എടുക്കുന്നതാണ്. അപ്പോൾ ദൈവ തിരുമനസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്പം പോലും മനസ്സിൽ പരിശുദ്ധാത്മ ഉള്ളത് കാരണം ചാഞ്ചല്യം തോന്നത്തില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് ചാഞ്ചല്യം തോന്നത്തില്ല. ഞാൻ ചെയ്ത ശരിയാണ്, അതിനിങ്ങനെ തന്നെ ഭവിഷ്യത്തൊക്കെ ഉണ്ടാകും, അത് ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. എൻ്റെ കർത്താവ് വിൽ ഓഫ് ഗോഡ് എടുത്തുകൊണ്ടാണ് ഈ പരുവത്തിലായിപ്പോയത്. പരപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റത് കൊണ്ട് കർത്താവിന് ജാമ്യത്തിലാരും വിട്ടില്ല, പിടിച്ച് കുരിശത്തിറക്കേണ്ടി ചെയ്തത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ യെശയ്യാ പ്രവാചകൻ പറയും, അവൻ ഹോമബലിയായി സമർപ്പിക്കുമ്പോൾ തന്നെ അവൻ്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന അനന്തര തലമുറയെ കണ്ടിട്ട് അവൻ പ്രത്യാശ നിർഭരമായ മനസ്സാണ് കുരിശിൽ കർത്താവ് അനുഭവിച്ചതെന്ന്. ആ വിൽ ഓഫ് ഗോഡ് എടുക്കുമ്പോൾ പ്രത്യാശ മനസ്സിലുണ്ടാകും. വിൽ ഓഫ് ഗോഡ് എടുക്കുന്ന എല്ലാവർക്കും വിശുദ്ധീകരണത്തിൻ്റെ ഒരു അറിവടയാളമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ദൈവത്തിലെ എന്തെങ്കിലും കാര്യത്തിന് നീ എന്നാണ് ക്രിസ്ത്യാനിയാകണമെന്ന് ചോദിച്ചാൽ, എന്ന് നീ പരിഭവം അവസാനിപ്പിക്കുന്നു, പരാതികൾ അവസാനിപ്പിക്കുന്നു, എന്ന് നിനക്ക് വന്നിരിക്കുന്ന വിഷയങ്ങളെ വിൽ ഓഫ് ഗോഡായിട്ട് എടുത്തിട്ട് ആന്തരിക സന്തോഷമുണ്ടാകുന്നു, അന്ന് നീ ദൈവപൈതലായി മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയുടെ മാനദണ്ഡമായി എൻ്റെ ഈശോ ഏറ്റെടുത്ത ദൈവ തിരുമനസ് നിറവേറ്റാനുള്ള ആത്മീയ അഭിഷേകം എനിക്ക് നൽകണമേ. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ജീവിത രീതികളെ എന്ത് തന്നെയായാലും, വിവാഹമായാലും സന്യസ്ത ജീവിതമായാലും രഹസ്യ ജീവിതമായാലും അതെല്ലാം ദൈവ തിരുമനസ്സാകുന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള മാർഗം മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഭക്തിയും എൻ്റെ നീതിയും എൻ്റെ സുഹൃതവും എല്ലാം ദൈവ തിരുമനസ് നിറവേറ്റാനുള്ള എൻ്റെ പുണ്യജീവിതവും സുവിശേഷ സാക്ഷി ജീവിതവും എല്ലാം ദൈവ തിരുമനസ് നിറവേറ്റാനുള്ള മാർഗമാണ്. ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവ തിരുമനസ്സാണ്, അത് നിറവേറ്റുന്നതാണെന്ന് ആഴമായി എന്നെ ബോധ്യപ്പെടുത്തണമേ. പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. രോഗമുള്ളിടത്ത് നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അത് വിശ്വാസപ്രമാണം ചെല്ലണം, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലിയാൽ മതി. രോഗമുള്ളിടത്ത് കർത്താവ് ഇപ്പോൾ നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. രോഗമുള്ളിടത്ത് തൊണ്ടരോഗമുള്ളവരുണ്ടാകും, ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികളൊക്കെ തൊണ്ടരോഗം, നെഞ്ചുവേദനക്കാർ, കരരോഗികളൊക്കെ നെഞ്ചിൽ കൈവെക്കണം. ഉദരരോഗികൾ, പിസ്തുല രോഗികൾ, PCOD രോഗികൾ, ഗർഭസ്ഥ ശിശുവുള്ളവർ, അവന് തൂക്കമില്ലാത്തവർ, ഗർഭസ്ഥ ശിശുവിനെ ഹൃദയസ്പന്ദനം കുറഞ്ഞിട്ടുള്ളവർ, വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ടുള്ളവരെല്ലാം
ഗർഭിണികളെ അടിവയറ്റ് കൈവെക്കണം. ഫിസ്റ്റുല രോഗികൾ, അൾസർ രോഗികളൊക്കെ എല്ലാം അടിവയറ്റ് കൈവെക്കണം. വ്യത്യസ്തങ്ങളായ സ്രാവ രോഗികളുണ്ട്. ദ്വാരങ്ങളിൽ നിന്നൊക്കെ പഴുപ്പും ചോരയൊക്കെ എപ്പോഴും പുറത്തു വരുന്ന സ്രാവരോഗികൾ, അവരെല്ലാം ഇപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരെ സന്തോഷത്തോടെ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. കർത്താവ് അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തും. വിവാഹം ഒത്തുവരാത്തവരുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവർ, അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ, വിദേശ ജോലി നഷ്ടപ്പെട്ടിട്ട് അവിടെ സാലറി ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. ഇവിടുന്ന് പോകാൻ വേണ്ടി പാടുപെടുന്നവരുണ്ട്. ലോക്ക്ഡൗൺ ആയത് കാരണം സമയത്ത് യൂണിവേഴ്സിറ്റിയിലോ എത്തിച്ചേരാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. നിങ്ങൾ ആ ഉദ്യമങ്ങളിൽ നിന്ന് പിന്തിരിയരുത്. കൃപാസനത്തിൻ്റെ അമ്മ നിങ്ങളെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെത്തിക്കും. ഉദ്യമങ്ങളിൽ നിന്ന് പിന്തിരിയണ്ട. ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പുതിയ കോഴ്സ് ആരംഭിച്ചിട്ടുള്ളവരുണ്ട്, പുതിയ കോഴ്സിന് വേണ്ടി അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. പുതിയ പരീക്ഷ എഴുതുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട്, പുതിയ കോഴ്സിന് അഡ്മിഷൻ പ്രതീക്ഷിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. 10,000 പ്രാർത്ഥിച്ചിട്ടുള്ള, ഇപ്പോഴും ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദൈവസന്നിധാനത്തിലാണ്. ഇക്കാലങ്ങളിൽ മനുഷ്യൻ്റെ വേദനയും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ജീവിത ഭാരങ്ങളും എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോ ഏറ്റെടുക്കുന്ന ഒരു വലിയ അൾത്താരയിൽ നിന്നാണ് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ദൈവദൃശ്യത്തിലേക്ക് അർപ്പിക്കപ്പെടുന്നത്. കുടുംബ സമാധാനം നഷ്ടപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഇപ്പോഴേ. അതുപോലെ തന്നെ മക്കളെ പ്രതി വേഗലവ അനുഭവിക്കുന്നവർ, പ്രേമങ്ങളെ അകപ്പെട്ടിരിക്കുന്നവർ, അതുപോലെ പ്രേമചതിയിൽപ്പെട്ടവർ, പ്രേമത്തിൽ പിരിഞ്ഞിരിക്കുന്ന കാരണം ഭയങ്കരമായ സങ്കടങ്ങളിലും തകർച്ചയിലും വേദനിക്കുന്നവരുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേക്കപ്പെട്ടവരുണ്ട്. ശാരീരിക ബന്ധം കഴിഞ്ഞതിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. അവർ ബന്ധുനീറി കുടുംബങ്ങളിലും സ്വന്തം വീട്ടിലും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഈ ആൾക്കാരെ ഓർക്കുകയാണ്. നിങ്ങളെ ഇപ്പോഴും അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. മക്കളെ വിഷമിക്കരുത്, ഒരു കാരണവശാലും തേങ്ങരുത്. ഇത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേലും ദൈവികമായ ഇടപെടലുണ്ടാകും. ഞങ്ങളതിനു വേണ്ടിയാണ് ഈ ആരാധന നടത്താൻ പോകുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. കടം കയറി മുടിഞ്ഞവരുണ്ട്. അവരെല്ലാം നിങ്ങളവർക്ക് എങ്ങനെ ഞാൻ വീട്ടുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ കോടികളെ വീട്ടിട്ടുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ കോടികളെ കടങ്ങളെ വീട്ടിട്ട് തിരിച്ചു വന്ന് നന്ദി പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തു നിന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾ സന്തോഷമായിട്ടിരിക്കണം. അതുപോലെ തന്നെ അകത്ത് ശരീരത്തിൻ്റെ ഉള്ളിലെ സിസ്റ്റ് രോഗികൾ, ക്യാൻസർ രോഗികൾ, ശ്വാസകോശം മുഴുവൻ കോവിഡായി പോയവർ, കോവിഡ് കഴിഞ്ഞതിന് ശേഷവും ശ്വാസമെടുക്കും പ്രയാസമുള്ള രോഗികൾ, അവിടെ ശ്വാസകോശം കഴുകപ്പെടുന്ന സമയമാണ്. നെഞ്ച് കൈവച്ചാൽ മതി നിങ്ങൾ. അവിടെ ശ്വാസകോശം കഴുകപ്പെടുന്ന സമയമാണ്. നിങ്ങൾ ആരെങ്കിലും വെന്റിലേറ്ററായിട്ട് ബോധക്കേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി, നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. അവർ ICUവിലായാലും വെന്റിലേറ്ററായാലും ഇപ്പോഴും കർത്താവ് സ്പർശിക്കുക അവരെ. കർത്താവേ, നിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ഈ അൾത്താർ നീ തിരഞ്ഞെടുത്തതാണ്. തീർച്ചയായിട്ടും ഈശോ, ഈ അൾത്താരെക്കുറിച്ച് നിനക്ക് സ്വപ്നങ്ങളുണ്ട്. ഈ അൾത്താറിൽ ആശ്രയിക്കുന്നവരെക്കുറിച്ച് നിനക്ക് സ്വപ്നങ്ങളുണ്ട്. കർത്താവ് നിൻ്റെ വലതുകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 35 വർഷത്തെ പൗരോഹിത്യം കൊണ്ട് ഞാൻ ശുശ്രൂഷിച്ച എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഇപ്പോൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സൗഖ്യവും അനുഭവിക്കട്ടെ. ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ജീവിതമേ ഏറ്റുപ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഉള്ളം കാലം മുതലേ ഉച്ചവരെ കഴുകണമേ. കർത്താവേ, ശ്വാസകോശ രോഗികള്, രോഗികള്, അൾസർ രോഗികള്, ജീവിതത്തിന്റെ വ്യത്യസ്തമായ ജീവിത മണ്ഡലങ്ങളിലെ പലതരത്തിലുള്ള പാർപ്പിടത്തിന്റെ അസൗകര്യമുള്ളവര്, വഴിയില്ലാത്തവര്, വീടില്ലാത്തവര്, സാമ്പത്തിക കടക്കടിയില് അകപ്പെട്ടു
പോയവരെ, ജോലി ഇല്ലാത്തവരെ, ജോലിക്ക് ശ്രമിക്കുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിദ്യാഭ്യാസ മേഖലകളിലെ പ്രയാസപ്പെടുന്ന മക്കളെ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. Pour out His Spirit. This is a fire finger, soaked with the precious blood. I command you, in the name of Jesus Christ, to be healed. Hallelujah, 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 hallelujah. യേശുവേ നന്ദി, hallelujah, hallelujah. അവൻ ആശീർവാദമാണ്. എല്ലാവരും മുട്ട നിൽക്കുക. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. നാളെ സമാപന ആശീർവാദം സ്വീകരിക്കുക. എല്ലാ ജീവിത ദുരിതങ്ങളും ഉടമ്പടി നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ഈശോയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈ സിൽവർ ഗ്രേയിലെ അമ്മ ഞാൻ മുമ്പിൽ കണ്ടതല്ല, എന്നോട് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ മനസ്സ് ആവശ്യപ്പെട്ടിട്ട് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. 10 എന്നെ കൊട്ടി വിളിച്ച് മുട്ടി വിളിച്ച് പുറകോട്ട് തിരിച്ചു നോക്കി കാണിച്ച കാഴ്ചയാണ്. ആ കാര്യത്തെക്കുറിച്ച് ഈ ലോകത്ത് എൻ്റെ കഴുത്ത് കണ്ടിച്ച് കളഞ്ഞാൽ ഞാനത് പറയും. കാര്യം ഐ ഹാവ് സീൻ ഇറ്റ്.